ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സോയിൽ പ്രൊഫൈലിനെ കുറിച്ചിട്ടാണ്. സോയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ പല ലെയേഴ്സ് നമുക്ക് കാണാം. സോയിലിനെ നമ്മൾ വെർട്ടിക്കലായിട്ട് താഴത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ കുഴിക്കുകയെന്ന് വിചാരിച്ചു, അപ്പം പല ഹൊറിസോണ്ടൽ ലെയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓരോ ഹൊറിസോണ്ടൽ ലെയേഴ്സിനെയാണ് നമ്മൾ ഹൊറൈസൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ the sequence or succession of horizons from surface downwards is known as the soil profile. അപ്പം ഈ ഓരോ ഹൊറൈസൺസും മുകളിൽ നിന്ന് താഴെ വരെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി സോയിൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. സോയിൽ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ട് 3 ലെയേഴ്സ് ആയിട്ട് കാണാം. 5 ലെയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ് ഓ ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എ ഹൊറൈസൺ, മൂന്നാമത്തെ ബി ഹൊറൈസൺ, 4 സി ആൻഡ് 5th വൺ ഈസ് നോൺ ആസ് ദ ആർ ഹൊറൈസൺ. ഇതിൽ ഓ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഓർഗാനിക് ഹൊറൈസൺ ആണ്, അല്ലെങ്കിൽ ഓർഗാനിക് ലെയർ എന്ന് പറയും. അതാണ് ഏറ്റവും അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള ലെയറിനെയാണ് നമ്മൾ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇതാണ് ഓ ഹൊറൈസൺ. അപ്പം ഈ ഓ ഹൊറൈസണിലെ ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ ഓഫ് സോയിൽ, അതായത് നമ്മൾ മേൽ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ കാണാൻ കഴിയുന്നത്, അതിനെയാണ് നമ്മൾ ഓ ഹൊറൈസൺ എന്ന് പറയുന്നത്. അവിടെ അത് ഓ ഹൊറൈസൺ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്, O1 ആൻഡ് O2 എന്ന് പറഞ്ഞാൽ. O1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ്, ട്വിക്സ് അതൊക്കെ വീഴുന്ന, അതായത് നമ്മളിങ്ങനെ കരിയിലയും അതൊക്കെ വീണ് കിടക്കുന്ന ആ സ്ഥലം, അതിനെയാണ്, അതായത് മേൽമണ്ണ്, അതിനെയാണ് നമ്മൾ O1 എന്ന് പറയുന്നത്. അതിന് താഴെ ഈ പറയുന്നതെല്ലാം ഡീകമ്പോസ് ചെയ്ത് പതിയെ ഒരു ഹ്യൂമസ് ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, ആ സ്ഥലമാണ്, അല്ലെങ്കിൽ അത് പതിയെ എന്താ പറയുക ഡീകമ്പോസ് ചെയ്തിട്ട് ഡീകമ്പോസിഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമുണ്ട്, അതിനെയാണ് നമ്മൾ O2 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെയിൻലി കംപ്രൈസ്ഡ് ഓഫ് ഓർഗാനിക് മാറ്റർ ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് നോൺ ആസ് ഓർഗാനിക് ലെയർ എന്നാണ് പേര്. ഇനി അടുത്ത ലെയർ എ, ബി ആൻഡ് സി, ദേ ആർ നോൺ ആസ് മിനറൽ ലെയേഴ്സ്. അപ്പോൾ ഈ 3 എണ്ണത്തിനെയാണ്, ഈ 3 എ, ബി ആൻഡ് സി, ഇതിനെയാണ് നമ്മൾ മിനറൽ ലെയർ എന്ന് വിളിക്കുന്നത്. സോ മിനറൽ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഏറ്റവും അപ്പർ മോസ്റ്റ് ലെയർ ഈസ് നോൺ ആസ് ദ എ ഹൊറൈസൺ. ഈ എ ഹൊറൈസൺ എന്ന് പറയുന്നത് അത് ഡാർക്കർ ആയിരിക്കും, റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ. അതുകൊണ്ട് തന്നെ, കാരണം മുകളിലത്തിലുള്ള ഓർഗാനിക് മാറ്റർ പതിയെ താഴത്തോട്ട് ഇറങ്ങി വരുന്ന ആ സ്ഥലമാണ്. സോ ഇറ്റ് ഈസ് ഡാർക്കർ ഇൻ കളർ ആൻഡ് ലൈറ്റർ ഇൻ ടെക്സ്ചർ ആയിരിക്കും. And A horizon is known as the zone of elevation, അല്ലെങ്കിൽ ഡൗൺവേർഡ് ലീച്ചിങ് എന്ന് പറയും. അതായത് ഡൗൺവേർഡ് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് മാറ്റർ താഴത്തോട്ട് ഇറങ്ങി വരുന്ന സ്ഥലമായതുകൊണ്ടിട്ടാണ് എ ലെയറിനെ നമ്മൾ എലിവിയേഷൻ സോൺ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ലീച്ചിങ്, സോൺ ഓഫ് ഡൗൺവേർഡ് ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. അത് എ ഹൊറൈസൺ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, A1 ആൻഡ് A2. ഇനി അടുത്തത് ബി ഹൊറൈസൺ ആണ്. സോ ബി ഹൊറൈസൺ എന്ന് പറയുന്നത് അത് എ ഹൊറൈസൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്ലേ, ഹ്യൂമസ്, അയൺ ആൻഡ് അലുമിനിയം. ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ മിനറൽസ് കാണാനായിട്ട് സാധിക്കും. ഓർഗാനിക് കോമ്പൗണ്ട് കൂടാതെ അതിൽ മിനറൽസും കാണാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, B1, B2 ആൻഡ് B3. ഇനി അടുത്ത ഏറ്റവും ലോവർ മോസ്റ്റ് മിനറൽ ലെയറാണ് സി ഹൊറൈസൺ എന്ന് പറയുന്നത്. അപ്പോൾ സി ഹൊറൈസണിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാർജ്ലി വെതേർഡ് റോക്സ്, അതായത് താഴെ നിന്ന് പാറകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് ഫോം ചെയ്തിട്ട് ആദ്യമായിട്ട് വരുന്ന, അതായത് വെതേർഡ് റോക്സ് ഉള്ള സ്ഥലമാണ് സി ഹൊറൈസൺ എന്ന് പറയുന്നത്. അതിൽ കൂടുതലായിട്ടും കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, ഇതൊക്കെ റോക്കി മാറ്റർ, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അവിടെ ബയോളജിക്കൽ ആക്ടിവിറ്റി തീരെ കുറവാണ്, റൂട്ട്സ് ഒന്നും ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റില്ല. അതിനെയാണ് നമ്മൾ സബ് സോയിൽ എന്ന് വിളിക്കുന്നത്.
ഇനി ലാസ്റ്റ്, അപ്പോൾ അത്രയാണ് മിനറൽ ലെയേഴ്സ്. മിനറൽ ലെയേഴ്സിൻ്റെ ഏറ്റവും താഴെ, മിനറൽ ലെയർ കഴിഞ്ഞ് നമുക്ക് കാണുന്നതാണ് ആർ ഹൊറൈസൺ എന്ന് പറയുന്നത്. ദിസ് ആർ ഹൊറൈസൺ ഈസ് ഓൾസോ നോൺ ആസ് റോക്കി ലെയർ എന്ന് പറയും. ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് പാരൻ്റൽ റോക്സ്. പാരലൽ റോക്സ്, അതായത് ഈ സബ്സോയിൽ ഫോം ചെയ്യുന്ന റോക്ക് എല്ലാം അടങ്ങിയിരിക്കുന്ന റോക്കി ലെയറാണ്. നിറയെ പാറകൾ മാത്രമുള്ള സ്ഥലമാണ്. ബെഡ് റോക്ക് അല്ലെങ്കിൽ പാരൻ്റൽ റോക്ക് ഇറങ്ങിയ ഒരു സ്ഥലമാണ് ഈ ആർ ഹൊറൈസൺ എന്ന് പറയുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റിയും കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് ഒന്നും അങ്ങോട്ട് ഇറങ്ങി ചെല്ലില്ല. അപ്പോൾ ഇത്രയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോയിൽ പി എച്ച്. സോയിൽ പി എച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോയിൽ പി എച്ച് വളരെയധികം ഓരോ സ്ഥലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പി എച്ച് 7 എന്ന് പറയുന്ന ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ന്യൂട്രൽ സോയിൽ. ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സോയിലാണ്. ലെസ് ദാൻ 7 അസിഡിക് സോയിലാണ്. അപ്പം നമ്മൾ ഈ സോയിലിൻ്റെ ടെക്സ്ചർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത്. അത് അനുസരിച്ചിട്ടാണ് കൃഷി, അതുപോലെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത്, ഇതെല്ലാം പി എച്ച് അനുസരിച്ച് ഇരിക്കും. നോർമൽ റേഞ്ച് ഓഫ് പി എച്ച് എന്ന് പറഞ്ഞാൽ 4.5 to 8.5 ആണ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള സോയിലിനുള്ള പി എച്ച്. കൂടുതൽ റെയിൻ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പി എച്ച് അസിഡിക് ആയിരിക്കും. സോയിലിൻ്റെ പി എച്ച് അസിഡിക് ആയിരിക്കും. ഡ്രൈ ഏരിയാസ് ആണെങ്കിൽ അവിടെ ആൽക്കലൈൻ പി എച്ച് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത സോയിൽ എയർ. സോയിൽ എയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മൈക്രോ ഓർഗാനിസം, അതുപോലെ റൂട്ടിൻ്റെ വളർച്ച, ഇതിനെല്ലാത്തിനും സോയിലിൻ്റെ എയർ. അതുകൊണ്ടാണ് എയറേഷൻ കൊടുക്കാനായിട്ട് നമ്മൾ മണ്ണ് വെട്ടിക്കളച്ചൊക്കെ ഇടുന്നത് നടുന്നതിന് മുമ്പൊക്കെ. അപ്പോൾ ഇത് സോയിലിൻ്റെ മൈക്രോ ഓർഗാനിസത്തിൻ്റെയും അതുപോലെ ഫേവറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെയും പ്ലാന്റിൻ്റെ റൂട്ട്സ് നന്നായിട്ട് ഇറങ്ങാനും അതിന് ഓക്സിജൻ കിട്ടാനും എല്ലാം സഹായകമാകും. അപ്പം സോയിലിൻ്റെ എയറിൽ ഓക്സിജൻ തീരെ കുറവാണ്. ബിക്കോസ് നമുക്കറിയാം അതൊരു അടഞ്ഞൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള, ഇതിൽ സോയിലിൻ്റെ വളരെ ഇങ്ങനെ എന്താ പറയുക കോമ്പാക്റ്റായിട്ട് അടുക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഓക്സിജൻ അതിൽ അടങ്ങാനുള്ള അല്ലെങ്കിൽ ലയിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് വെട്ടിയിടുന്നത്. അപ്പോൾ കൂടുതൽ ഓക്സിജനേഷൻ നടക്കും. കാർബൺ ഡൈ ഓക്സൈഡാണ് കൂടുതൽ. എയറോബിക് സോയിലാണെങ്കിൽ നൈട്രജനും ആർഗണും 79% കാണും. ബാക്കി 21% എന്ന് പറയുന്ന ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി സോയിലിൽ ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹ്യൂമസ്, ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഹ്യൂമസ് എന്ന് പറയുന്നത് അത് കറുത്ത മണ്ണ്, നമ്മൾ കാണുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിനെയാണ് ഈ ഹ്യൂമസ് എന്ന് പറയുന്നത്. ഹ്യൂമസ് അടങ്ങിയിരിക്കുന്ന മണ്ണിൽ വളരെയധികം ഫെർട്ടിലിറ്റി കൂടുതലായിരിക്കും സോയിലിന്. അപ്പോൾ ഫ്രഷ്ലി ഫോളൻ ലീവ്സും ട്വിക്സും ഒക്കെ വീഴുന്ന ടോപ്പ് ലെയറിനെയാണ് നമ്മൾ ലിറ്റർ എന്ന് പറയുന്നത്. ഈ ലിറ്റർ ദ്രവിച്ച്, അതായത് ഡീകമ്പോസേഷന് വിധേയമായി, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഡീകമ്പോസേഷന് വിധേയമായിട്ട് അത് ഹ്യൂമസ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സോയിൽ ഓർഗാനിസം നമുക്കറിയാം, പലതരത്തിലുള്ള ഓർഗാനിസംസ് നമുക്ക് സോയിലിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോയിൽ ഇൻഹാബിറ്റൻസ് ആയിട്ടുള്ള വളരെ മൈന്യൂട്ടുള്ള ഓർഗാനിസം മുതൽ വലിയ വലിയ ഓർഗാനിസം വരെ നമുക്ക്, മാമൽസ് വരെ നമുക്ക്, ഇപ്പോൾ സ്നേക്ക് ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമുക്ക്, മൈസ് ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ സോയിൽ കമ്മ്യൂണിറ്റി എന്ന് പറയും. നമ്മൾ അതിൽ കാണുന്ന എല്ലാ ഓർഗാനിസത്തിനെ ഒരുമിച്ച് സോയിൽ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കാം. മൈക്രോബയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളർ ഓർഗാനിസം. 3ആയിട്ട് തരംതിരിക്കാം സൈസ് അനുസരിച്ച് നമുക്ക് സോയിലിൽ കാണുന്നതിന്. അതിൽ ഒന്നാമത്തെയാണ് മൈക്രോബയോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ഓർഗാനിസംസ് ആണ്. വളരെ ചെറിയ ഓർഗാനിസംസ് ദറ്റ് ലീവ് ഇൻ സോയിൽ ഈസ് നോൺ ആസ് മൈക്രോബയോട്ട. അതിൽ വരുന്നതാണ് ബാക്ടീരിയ, ഫഞ്ചൈ, ആൽഗെ, പ്രോട്ടോസോവൻസ്, ഇതെല്ലാം വരും. ദെൻ മീസോബയോട്ട എന്ന് പറഞ്ഞാൽ മൈക്രോബയോട്ടയിലും കുറച്ചും കൂടി വലിയ ഓർഗാനിസംസ്. അതിൽ എക്സാമ്പിളാണ് നിമാറ്റോഡ് വേംസ്, സോയിൽ മൈറ്റ്സ്, സ്പ്രിംഗ് ടെയിൽസ്, സ്മോൾ ഇൻസെക്ട് ലാർവി, ഇതെല്ലാം വരും. ദെൻ മാക്രോബയോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം കാണാൻ പറ്റുന്ന വളരെ വലിയ ഓർഗാനിസംസ്, ലാർജർ ദാൻ മീസോബയോട്ട. അതിലാണ് എർത്ത് വേം, സ്നേക്ക്, മില്ലിപീഡ്സ്, സെൻറ്റിപീഡ്സ്, ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന
മാക്രോ ബയോട്ടയിൽ വരും. അപ്പം ഇത്രയാണ് നമ്മൾ സോയിലിനെ കുറിച്ച് അല്ലെങ്കിൽ എഡാഫിക് ഫാക്ടേഴ്സും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ള അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്.